ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖ് മതക്കാരനും ജെയിൻ മതക്കാരനും അങ്ങനെ നിരവധി മതത്തിൽ വിശ്വസിക്കുകയും എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഈ വലിയ രാജ്യത്ത് മതപരമായി ഭിന്നിപ്പുണ്ടാക്കി മതപരമായി വേർതിരിക്കുവാൻ വേണ്ടി ഭീകരാക്രമണം നടത്തപ്പെടുമ്പോൾ അതിനെ ഈ രാജ്യത്ത് നിന്ന് തന്നെയുള്ളവർ കുടപിടിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള പല നികൃഷ്ടമാർന്ന പ്രവൃത്തികളും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ജീവൻ രക്ഷിച്ച് കശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് അവളെ സുരക്ഷിതമായി 2 കശ്മീരി യുവാക്കൾ എത്തിക്കുമ്പോൾ അവരെ അള്ളാഹു കാക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ അതിലൂടെ മതവിദ്വേഷം പടർത്തുവാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ ആക്ഷേപിക്കുന്ന മറ്റു ചിലർ, ആരതി എന്ന ആ പെൺകുട്ടിയോട് സൈബർ ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സൗന്ദര്യത്തെ ബാധിക്കുന്നത് തന്നെയാണ്. എല്ലാ കാലത്തും സുരക്ഷിതമാർന്ന രീതിയിൽ ഈ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിച്ചിട്ടുള്ള ഭരണകർത്താക്കൾ ഏത് വൻ ശക്തി വന്നാലും രാജ്യത്തിൻ്റെ സൈന്യം അവരെ നേരിടാൻ സജ്ജമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അടിക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം തയ്യാറായി കഴിഞ്ഞിരിക്കുകയുമാണ്. എന്നാൽ ചില വീഴ്ചകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. എങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ ഈ രാജ്യത്തെയാണ് ഭീകരർ ആക്രമിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോൾ അവയെല്ലാം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഈ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടാൻ തീരുമാനിക്കുന്ന സുന്ദരമാർന്ന ഒരു രാജ്യം, അതാണ് ഇന്ത്യ. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ ശക്തമാക്കിയതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം വിടുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പഹൽഗാമിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏപ്രിൽ 27 മുതൽ പാക് പൗരന്മാരുടെ വിസ റദ്ദാക്കുന്നതായും രാജ്യത്തുള്ള പാകിസ്ഥാനികൾ എത്രയും വേഗം മടങ്ങണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ച് സമയപരിധി കഴിഞ്ഞിട്ടും ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ തങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടതായി ഉന്നത വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഓരോ സംസ്ഥാനങ്ങളിലും താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്താനും അവരെ നാടുകടത്താനും മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലുള്ള എല്ലാ പാക് പൗരന്മാരും നാടുവിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യയിൽ എത്താനായി പാക് പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുള്ള വിസകളും റദ്ദാക്കിയിരിക്കുകയാണ്. ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാനികൾക്ക് നൽകിയ മെഡിക്കൽ വിസകളും റദ്ദാക്കി. മെഡിക്കൽ വിസയിലെത്തിയവർ ഏപ്രിൽ 29-നകം രാജ്യം വിടണം. അല്ലാത്തവർക്ക് 27 വരെ മാത്രമാണ് രാജ്യത്ത് തുടരാനാകുക. മാത്രമല്ല വിസയ്ക്കായുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കും. പാകിസ്ഥാനികൾക്ക് നൽകിയിട്ടുള്ള സാധുതയുള്ള എല്ലാ വിസകളും റദ്ദാക്കിയിട്ടുണ്ട്. വിസ റദ്ദാക്കുന്ന തീയതികൾക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം തിരികെ എത്താനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്.